ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജാസ്മിൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാക്രമേ ത്രെഡ് വെച്ചിട്ടുള്ളൊരു വാൾ ഹാങ്ങിങ് പ്ലാന്ററാണ്. ഇതിനു മുമ്പ് 2 വട്ടം നമ്മൾ മാക്രമേ ത്രെഡ് തന്നെ വെച്ചിട്ട് 2 പ്ലാന്റേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്ററാണ് ഇതും. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഈ പ്ലാൻ ഹാങ്ങർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാക്രമയുടെ ത്രെഡ്, പിന്നെ ഒരു സ്റ്റീൽ റിങ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വളയാണെങ്കിലും മതി. പിന്നെ വേണ്ടത് ഒരു കത്രിക. ഈ മാക്രമയുടെ ത്രെഡ് എവിടുന്നാണ് വാങ്ങിക്കുന്നതെന്ന് ഒരുപാട് പേര് എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചത് എറണാകുളം ബ്രോഡ്വേയിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിക്കാം. പല വലിപ്പത്തിലുള്ളതുണ്ട്, പല തിക്നെസ്സിലുള്ളതുണ്ട്, ചെറിയ തിക്കിലും വലിയ തിക്നെസ്സിലും ഉള്ളതുണ്ട്, പല കളറിലുള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓൺലൈനായിട്ട് വാങ്ങിക്കുകയും ചെയ്യാം. ഈ ത്രെഡ് ഞാനൊരു 8 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. 2.5 മീറ്ററിലുള്ള 8 പീസാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതിന്റെ ലെങ്ത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. നമുക്ക് പ്ലാൻ ഹാങ്ങറിന് എത്രത്തോളം നീളം വേണം അതിനനുസരിച്ച് ലെങ്ത് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. ഇനി ഈ പ്ലാന്റർ ഹാങ് ചെയ്യാൻ പാകത്തിന് നമുക്ക് ഈ ത്രെഡ് ഒരു റിങ്ങിലേക്ക് കൊരുത്തെടുക്കണം. ഈ റിങ് ഡ്രീം ക്യാച്ചറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടൈപ്പിലുള്ള ചെറിയ റിങ്ങാണ്. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ വള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. 8 ത്രെഡ് നമ്മൾ കൊരുത്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് മുകൾ ഭാഗത്ത് നിന്ന് ഒന്ന് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നീളത്തിലുള്ള ത്രെഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ ത്രെഡ് ഇതിന്റെ മുകളിൽ നിന്ന് ഇവിടെ വരെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു അറ്റം മുകളിലേക്ക് വെച്ചിട്ട് ഒരു യു ഷേപ്പിൽ നമ്മൾ ഈ ത്രെഡിനെ മുകളിലേക്ക് വളച്ചിട്ട് ചുറ്റിയെടുക്കണം. ഈ ത്രെഡ് ചുറ്റി വരുമ്പോൾ ഈ യു ഷേപ്പിന്റെ താഴെ വെച്ചിട്ട് നമുക്കൊരു ലോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഷേപ്പിൽ നമ്മൾ മുകളിൽ നിന്ന് കെട്ടിവരുന്നത്. ഇത് ചുറ്റുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് പകുതി എത്തുമ്പോഴത്തേക്ക് ഇവിടുന്ന് ലൂസായി പോകും. ഇവിടെ വരെ കെട്ടിക്കഴിഞ്ഞാൽ ഈ നൂലിന്റെ അറ്റം ഈ യു ഷേപ്പിന്റെ അകത്തേക്ക് വെച്ചു കൊടുക്കണം. എന്നിട്ട് മുകൾ വശത്ത് നമ്മൾ ബാലൻസ് ഇട്ട നൂല് മുകളിലേക്ക് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിന്റെ അകത്തുനിന്ന് ഈ യു ഷേപ്പ് നൂല് മുകളിലേക്ക് പോവുകയും അവിടെ നടുക്ക് വെച്ചിട്ട് ലോക്കായിട്ടിരിക്കുകയും ചെയ്യും. ഇനി ബാലൻസ് വരുന്ന നൂല് വെട്ടി മാറ്റിയിട്ട് ഇതിന്റെ അറ്റം കത്രിക വെച്ച് ഇതിന്റെ അകത്തേക്ക് തന്നെ മടക്കി കൊടുക്കണം. അപ്പം കാണാത്ത രീതിയിൽ നന്നായിട്ട് ഭംഗിയായിട്ടിരിക്കും. 8 പീസ് മുറിച്ചെടുത്തത് ഇപ്പൊ നമ്മൾ 16 ഈക്വൽ ത്രെഡായിട്ട് നമ്മൾ മടക്കി എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് ഓരോ 4 പീസ് വീതം നമ്മൾ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്കാണ് നമ്മൾ നോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് തെന്നി മാറാതിരിക്കാൻ വേണ്ടി മുകൾ വശത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വെച്ച് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഞാനൊരു കത്രിക വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ ത്രെഡിലും നമ്മൾ നോട്ട് ഇട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ 4 ഭാഗമായിട്ട് തിരിച്ചതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള നൂല് 4 പോലെ വെച്ചിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ഇതിന്റെ അടിവശത്തുകൂടി എടുത്ത് ഇതിന്റെ അകത്തുകൂടെ പുറത്തെടുക്കണം. ഇനി ഈ ലെഫ്റ്റിലും റൈറ്റിലും കാണുന്ന നൂല് നമുക്ക് ടൈറ്റ് ചെയ്ത് മുകളിലേക്ക് കെട്ടിക്കൊടുക്കണം. ഇനി നമുക്ക് ഇതിന്റെ താഴേക്ക് ഒരു 15 എണ്ണം കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ലെഫ്റ്റ് സൈഡിലെ നൂല് 4 പോലെ വെച്ചിട്ട് വലത്തുനിന്ന് ഇതിന്റെ അടിവശത്തൂടെ എടുത്തിട്ട് 15 എണ്ണം ഒരുപോലെ ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 15 നോട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 15 നോട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ഷേപ്പിലായിരിക്കും, ഈ സ്പൈറൽ ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. ഇനി ഇതുപോലെ ബാക്കിയുള്ള 3 സെറ്റിലും കൂടെ നമ്മൾ 15 നോട്ട് വീതം ഇട്ടെടുക്കണം. നമ്മുടെ ലെങ്തിനനുസരിച്ചാണ് നമ്മൾ നോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ 2.5 മീറ്റർ ത്രെഡ് ഉള്ളതുകൊണ്ടാണ് 15 നമ്മൾ നിർത്തിയത്. ഇനി നമുക്ക് 3.5 മീറ്റർ ഒക്കെ ത്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 20-22 നോട്ട് വീതം ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പൊ 4 സെറ്റ് നമ്മൾ 15 നോട്ട് വീതം ഇട്ടെടുത്തിട്ടുണ്ട്.
ഇനി ഈ ഓരോ സെറ്റിനും നമ്മൾ ചെയ്ത് കഴിഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 10 സെന്റിമീറ്റർ ഏകദേശം താഴെയായിട്ട് ലെഫ്റ്റിനും റൈറ്റിനും ഓരോ നോട്ടിട്ട് കൊടുക്കണം. ആദ്യം ലെഫ്റ്റ് സൈഡിൽ നിന്ന് നേരത്തെ ചെയ്തതുപോലെ 4 ഷേപ്പിലിട്ടിട്ട് നമുക്ക് റൈറ്റ് സൈഡിലെ നൂല് വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം. പിന്നെ റൈറ്റ് സൈഡിൽ നിന്നും കൂടെ തിരിച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഒരു നോട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ തന്നെ 4 സെറ്റ് നമ്മൾ ചെയ്തെടുക്കണം. ഇനി ഈ നോട്ടിട്ടതിന്റെ ഏകദേശം ഒരു 3 ഇഞ്ച് താഴെയായിട്ട് ഈ 2 സെറ്റിന്റെയും അറ്റത്തുള്ള നൂലുകൾ വീതം കെട്ടിയെടുക്കണം. നടുക്കുള്ള 2 നൂലുകൾ നമുക്ക് അതുപോലെ തന്നെ കെട്ടിയാൽ മതി. ഓരോ സെറ്റിന്റെയും അറ്റത്തുള്ള നൂലുകൾ തമ്മി നമുക്ക് കെട്ടിക്കൊടുക്കണം. ഇനി ഇപ്പൊ കെട്ടിയതിൽ നിന്നും ഓരോ നൂലെടുത്ത് അടുത്തുള്ള സെറ്റിന്റെ ഒരു നൂലുമായിട്ട് കെട്ടിക്കൊടുക്കണം. ഇപ്പൊ അത് നമ്മൾ കെട്ടിയെടുത്തിരിക്കുകയാണ്. ഇനി താഴേക്ക് കിടക്കുന്ന നൂല് നമ്മൾ മുകൾ വശത്ത് ചെയ്ത പോലെ തന്നെ ഒരു ചെറിയ നൂലെടുത്ത് യു ഷേപ്പിൽ വളച്ചു വെച്ചിട്ട് നന്നായിട്ട് ചുറ്റി കൊടുത്തിട്ട് അടിവശത്ത് മുകളിൽ ചെയ്ത പോലെ തന്നെ ലോക്കിട്ടെടുക്കണം. ഇനി ബാലൻസ് ഉള്ള ത്രെഡ് നമുക്ക് ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ പ്ലാൻ ഹാങ്ങർ റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പ്ലാന്റ് കൂടി വെച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയും പ്ലാൻ ഹാങ്ങറും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ, അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.